എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം.കോം തേർഡ് സെമസ്റ്ററിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിലെ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചാപ്റ്ററും അതുമാതിരി രണ്ടാമത്തെ ചാപ്റ്ററും ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസിസും ഇൻവെസ്റ്റ്മെൻറ്റ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോർട്ട്ഫോളിയോ അനലൈസിസ് ആൻഡ് സെലക്ഷൻ, അതായത് ഫോർത്ത് ചാപ്റ്ററാണ് കേട്ടോ. ഇതിൽ നമുക്ക് നോക്കേണ്ടത് എന്താണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്? പോർട്ട്ഫോളിയോ ഈസ് സിംപ്ലി എ കോമ്പിനേഷൻ ഓഫ് അസറ്റ്സ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ്സ് മിക്സ്ഡ് ആൻഡ് മാച്ച്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഗോൾ. അതായത് മെയിൻലി നമ്മളെന്താ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ മെയിൻലി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് ഇൻവെസ്റ്ററിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ്ഡ് ഓഫ് അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മളിവിടെ പോർട്ട്ഫോളിയോ എന്ന് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ പോർട്ട്ഫോളിയോ ഈസ് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു ഇൻവെസ്റ്റ് ദ എൻറ്റയർ ഫണ്ട്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എ സിംഗിൾ സെക്യൂരിറ്റി. അതായത് എന്താ ഒരു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്ററിൻ്റെ എൻറ്റയർ ഫണ്ട് നമ്മളെന്താ ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ എൻറ്റയർ ഫണ്ട് എന്താ ഒരു സിംഗിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിച്ചോ ഒരാൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഒരു സിംഗിൾ സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിലെന്തെങ്കിലും ഇൻഫ്ലേഷൻസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അവിടെ ഒരു ലോസ് സംഭവിക്കും. അപ്പോൾ അതെന്താ ഇൻവെസ്റ്ററിൻ്റെ ഇൻവെസ്റ്റഡ് എമൗണ്ടിനെ എന്താണ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നേരെ പക്ഷം എന്താണ് ഒരു 3-4 സെക്യൂരിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എന്താ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റീസിൽ എന്തെങ്കിലും നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള സെക്യൂരിറ്റീസിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ലോസ് നമുക്ക് നികത്താൻ പറ്റില്ലേ. അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. Therefore, a portfolio comprises of different types of securities assets. Investors acquire different assets of financial nature. അതായത് ഇൻവെസ്റ്റർ എന്താ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസറ്റ്സ് ഫിനാൻഷ്യൽ നാച്ചുർ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സിൽ, അതായത് ഗോൾഡ്, സിൽവർ, റിയൽ എസ്റ്റേറ്റ്സ്, ബിൽഡിംഗ് ഇൻഷുറൻസ് പോളിസീസ്, പോസ്റ്റ് ഓഫീസ് സർട്ടിഫിക്കറ്റ്സ്, NSE അങ്ങനെയുള്ളതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ ഒരു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസിലോ അസറ്റ്സിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ്. എത്ര ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ, സെക്കൻഡ് വൺ അഗ്രസീവ് പോർട്ട്ഫോളിയോ, തേർഡ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ ആൻഡ് 4 മോഡറേറ്റ്ലി അഗ്രസീവ് പോർട്ട്ഫോളിയോ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താ? ദിസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് വെൽ നോൺ സ്റ്റോക്സ്. അതായത് വെൽ നോൺ ആയിട്ടുള്ള സ്റ്റോക്സുകൾ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സിനെയാണ് നമ്മൾ പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് സച്ച് സ്റ്റോക്ക് പേ ഡിവിഡൻഡ് ആൻഡ് ഹെൻസ് ഇൻവെസ്റ്റേഴ്സ് വുഡ് ലൈക്ക് ടു ബൈ ആൻഡ് ഹെൽഡ് ഫോർ ലോങ് പീരീഡ്. അതായത് ഇത്തരമുള്ള സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ സ്റ്റോക്സുകളുണ്ടല്ലോ അതിലെന്താ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ എന്താ അത് ബൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുമാതിരി കൂടുതൽ ലോങ് പീരീഡിലോട്ട് അത് ഹോൾഡും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് വന്നിട്ട് എന്താ അഗ്രസീവ് പോർട്ട്ഫോളിയോ. ഈ അഗ്രസീവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതായത് എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്സുകളാണ്, അതുകൊണ്ട് തന്നെ എന്താണ് ബിഗ് റിവാർഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ ബിഗ് റിസ്കുകളും ക്യാരി ചെയ്യുന്നുണ്ട്. ദിസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ് ഇൻ എക്സ്പെൻസീവ് സ്റ്റോക്സ് ദാറ്റ് ഓഫർ ബിഗ് റിവാർഡ്സ് ബട്ട് ആൾസോ ക്യാരി എ ബിഗ് റിസ്ക്കും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ റിവാർഡും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി തേർഡ് വൺ എന്താ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. Conservative investments strategies which give priority to സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കേട്ടോ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹു ആർ റിസ്ക് അവേഴ്സസ് ആൻഡ് ഹാവ് എ ഷോർട്ടർ ടൈം ഹൊറൈസൺ. അതായത് റിസ്ക് അവേഴ്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ്, അതുമാതിരി ഷോർട്ട് ടൈം ഹൊറൈസൺ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് നമ്മുടെ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ വിൽ ജനറലി കൺസിസ്റ്റ് മെയിൻലി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഓർ ഹൈ ക്വാളിറ്റി ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസും അതുമാതിരി ഹൈ ക്വാളിറ്റി ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ മെയിൻലി കൺസിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള
നാലാമത്തത് വന്നിട്ട് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ റിട്ടേൺ അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് റിസ്ക്. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോർട്ട്ഫോളിയോസിനെയാണ് നമ്മൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ദ ഇൻപുട്ട് ഫ്രം പോർട്ട്ഫോളിയോ അനലൈസിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ സെറ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ്. From this set of efficient portfolio, optimum portfolio has to be selected for investment. അതാണ് നമ്മുടെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിൽ പറയുന്നത്. ഇനി മോഡറേറ്റ്ലി അഗ്രസീവ് പോർട്ട്ഫോളിയോ, അതെന്താണ്? നമ്മൾ അഗ്രസീവ് പോർട്ട്ഫോളിയോ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും ഒരു മോഡറേറ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ മോഡറേറ്റ്ലി അഗ്രസീവ് പോർട്ട്ഫോളിയോ ഈസ് മീൻഡ് ഫോർ ഇൻഡിവിജ്വൽ വിത്ത് എ ലോങ്ങർ ടൈം ഹൊറൈസൺ ആൻഡ് ആവറേജ് റിസ്ക് ടോളറൻസ്. അതായത് ആവറേജ് റിസ്ക് ടോളറൻസ്, അതായത് റിസ്ക് ടോളറൻസ് ആവറേജും അതുമാതിരി ലോങ്ങർ ടൈം ഹൊറൈസണുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മോഡറേറ്റ്ലി അഗ്രസീവ് പോർട്ട്ഫോളിയോസ്. ഇതിൽ വന്നിട്ട് എന്താണ്? എമൗണ്ട് ഓഫ് റിസ്ക്കും അതുമാതിരി റിട്ടേണും നമുക്ക് എന്താണ് വിത്തിൻ ഫണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് നമ്മുടെ പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ, സെക്കൻഡ് അഗ്രസീവ് പോർട്ട്ഫോളിയോ, തേർഡ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. അതായത് എന്താ? റിസ്ക്കുകൾ അധികം താല്പര്യമില്ലാത്ത റിസ്ക്കുകൾ എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയതാണ് നമ്മുടെ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോസ്. പിന്നെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ, പിന്നെ മോഡറേറ്റ്ലി അഗ്രസീവ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ ഈ 5 ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സെലക്ഷൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വിറ്റി മാർക്കറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു സ്റ്റോക്ക് ഈസ് ആൻ ആക്റ്റീവ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമല്ലോ സ്റ്റോക്സിൽ, അതൊരു ആക്റ്റീവ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് പറയുന്നത്. വി ഹാവ് ടു ഡു അവർ ഔൺ റിസർച്ച് ആൻഡ് ഡിസൈഡ് വിച്ച് സ്റ്റോക്സ് ടു ബൈ, വെൻ ടു സെല്ല് എക്സെട്ര. വി ഹാവ് ടു കൺട്രോൾ ഓവർ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് എന്താണ്? നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്താ? നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങണം, ബൈ ചെയ്യണം, ഏത് സ്റ്റോക്ക് അതുമാതിരി എപ്പോൾ വാങ്ങണം, എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് അപ്പം നമുക്ക് തന്നെ അതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് മോർ ഫൺ ആൻഡ് ചലഞ്ചിങ്. മാനേജിങ് അവർ ഓൺ പോർട്ട്ഫോളിയോ വുഡ് ഹൗവർ റിക്വയർ അസ് ടു കമ്മിറ്റ് അറ്റ് എ ഫെയർ എമൗണ്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് അല്ലേ. അതായത് ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അയാൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ടൈമും എഫേർട്ടും കൂടുതൽ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ്. രണ്ടാമത്തത് വന്നിട്ട് നോളേജും സ്കില്ലും പറഞ്ഞാൽ മാനേജിങ് വൺസ് ഔൺ പോർട്ട്ഫോളിയോ റിക്വയർസ് എ സ്പെസിഫിക് ലെവൽ ഓഫ് നോളേജ് ആൻഡ് എക്സ്പെർട്ടൈസ്. സ്വന്തം പോർട്ട്ഫോളിയോസ് നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താ ഒരു സ്പെഷ്യലൈസ്, അതായത് എക്സ്പെർട്ടൈസും നോളേജും എന്താണ് ആവശ്യമുണ്ട് അല്ലേ. അതുമാതിരി ഇഫ് വൺ ഹാഡ് സഫിഷ്യൻറ്റ് ടൈം, മണി ആൻഡ് റിസോഴ്സസ് അറ്റ് വൺസ് ഡിസ്പോസൽ, ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട് ടു കൺസിസ്റ്റൻ്റ്ലി മാച്ച് ദ പെർഫോമൻസസ് ലെവൽ ഓഫ് എ പ്രൊഫഷണൽ ഫണ്ട് മാനേജർ. അതായത് ഒരാൾക്ക് ടൈമും മണിയും റിസോഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ചാലും ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറിൻ്റെ അത്രത്തോളം നമുക്ക് പെർഫോമൻസസ് ലെവലിലോട്ട് എത്താൻ പറ്റുമോ? ഇല്ലല്ലോ. പെർഫോമൻസസ് അതായത് പ്രൊഫഷണലായിട്ടുള്ളൊരു ഫണ്ട് മാനേജർ ഉണ്ടെങ്കിൽ അവർ അത്രത്തോളം നല്ല രീതിയിൽ നോക്കും. പക്ഷേ ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരാണെങ്കിൽ അത്രയും ഉണ്ടെങ്കിലും എന്താണ് ഓവർ സ്പെഷ്യലൈസ്ഡ് നോളേജസും അതിൽ വേണം. പിന്നെ എഫേർട്ടും ടൈമും അത്രയും എടുത്താൽ മാത്രമേ നമുക്ക് അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ്പെർട്ടൈസ് നോളേജാണ് സ്കിൽസുമാണ് അടുത്ത ഫാക്ടർ. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എനേബിൾസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ടു അച്ചീവ് ഫെയർലി ഹൈ ഡിഗ്രി ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. മ്യൂച്വൽ ഫണ്ട്സിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. വിച്ച് ഈസ് ഡിഫിക്കൾട്ട് ടു അച്ചീവ് ബൈ ബൈയിങ് ഇൻ ടു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് അൺലെസ് വൺ ഹാസ് എ ഫെയർലി ലാർജ് കോർപ്പസ്. This is help to minimize risk. Loss in a few stocks will reduces the return too much. അതായത് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സാധാരണ നമുക്ക് എന്താണ് റിസ്ക്കുകൾ അതായത് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. റിസ്ക്കുകൾ വളരെ കുറവാണ്. അതുമാതിരി കുറച്ച് സ്റ്റോക്സിൽ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ തന്നെ അതെന്താ വിൽ നോട്ട് റെഡ്യൂസ് ദ റിട്ടേൺ ടു മച്ച്, അതായത് റിട്ടേൺ കൂടുതലായിട്ട് കുറയ്ക്കാനുള്ള സാധ്യത ഇല്ല കേട്ടോ. ഇനി റെഗുലേറ്ററി ഇഷ്യൂസ് പറയുന്നതാണ് ഫോർത്ത് വൺ. മ്യൂച്വൽ ഫണ്ട്സ് ആർ ബൗണ്ട് ബൈ സർട്ടൈൻ റെഗുലേഷൻസ് which may sometimes be hindrance to the performances of funds. അതായത് ഫണ്ടിൻ്റെ പെർഫോമൻസസിന് ഹിൻഡ്രൻസ് ആയിട്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ
ചില റെഗുലേഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ റെഗുലേറ്ററി ഇഷ്യൂ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത്. ഇനി എമൗണ്ട് ഓഫ് സൈസ്, അതായത് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി റിക്വയർസ് എ ഫെയർലി ലാർജ് എമൗണ്ട് ഓഫ് മണി. അതായത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ എന്താ നമുക്ക് എമൗണ്ട് ഓഫ് മണി ലാർജായിട്ട് ആവശ്യമുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് മ്യൂച്വൽ ഫണ്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോക്സ് മാർക്കറ്റ് ഈവൻ വിത്ത് വെരി സ്മാൾ എമൗണ്ട് സേസ് 1000, അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 1000 ആയിരുന്നാൽ പോലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ മ്യൂച്വൽ ഫണ്ട്സിൽ സാധിക്കും. പക്ഷേ ഇക്വിറ്റി ഷെയർസിലാണ്, ഇക്വിറ്റി സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമുക്ക് എന്താ ലാർജ് എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ്മെൻറ്റ് സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. ഇനി ലിക്വിഡിറ്റിയാണ് അടുത്ത ഫാക്ടർ. ആൻ ഇൻവെസ്റ്റർ മസ്റ്റ് ആൾസോ കൺസിഡർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ലിക്വിഡിറ്റി അറ്റ് ദ ടൈം ഓഫ് സെലക്ടിങ് എ പോർട്ട്ഫോളിയോ. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. ജനറലി ദ ലിക്വിഡിറ്റി മേ നോട്ട് ബി ആൻ ഇഷ്യൂ വെദർ വൺ ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഓർ ത്രൂ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കെന്താ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അത്ര ഇഷ്യൂ ആയിരിക്കില്ല. പക്ഷേ however with some stocks there could be an issue sometimes if it is thinly ട്രേഡഡ് സ്ക്രിപ്സുകളിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ, അതുപോലെ ആണെങ്കിൽ നമുക്ക് എന്താണ് ലിക്വിഡിറ്റീൻ്റെ ചെറിയൊരു ഇഷ്യൂസുകൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്തത് importance should also given to the convenience in dealing stocks and bonds for taking decision on portfolio decision എടുക്കുന്ന സമയത്ത് നമ്മൾ ബോണ്ടിലോ സ്റ്റോക്സിലൊക്കെയാണ് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കൺവീനിയൻസും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൺവീനിയൻസിൻ്റെയും നമ്മൾ നോക്കി വയ്ക്കുക. ഇപ്പം 7 പോയിൻ്റാണ് നമുക്കിവിടെ പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സായിട്ട് വരണത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കണത് ഇക്വിറ്റി മാർക്കറ്റ്, അതായത് നമ്മൾ എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, വാങ്ങണോ വിൽക്കണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസുകളെല്ലാം തീരുമാനിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഇവിടെ ഇക്വിറ്റി മാർക്കറ്റായിട്ട് പറയുന്നത്. രണ്ടാമത്തത് എന്താ നോളേജും സ്കില്ലും. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്താണ് നോളേജും സ്കിൽസും ഒത്തിരി ആവശ്യമുണ്ട്. അതുമാതിരി ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിസ്ക് റിഡക്ഷൻ ആയിട്ടും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡൈവേഴ്സിഫിക്കേഷൻ, പിന്നെ റെഗുലേറ്ററി ഇഷ്യൂസസ് വരുന്നുണ്ട്, പിന്നെ എമൗണ്ട് സൈസ്, എത്ര എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് ലിക്വിഡിറ്റി എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട്, പിന്നെ കൺവീനിയൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ ആണ്. അതായത് പോർട്ട്ഫോളിയോ റിസ്ക്കും റിട്ടേണും മെഷർമെൻറ്റ് നടത്താനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പോർട്ട്ഫോളിയോ റിട്ടേൺ എന്താണെന്ന് നോക്കാം. പോർട്ട്ഫോളിയോ അനലൈസിസ് ഈസ് ജനറലി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ. പോർട്ട്ഫോളിയോ അനലൈസിസ് നമ്മൾ എങ്ങനെ ജനറലി നടത്തുന്നത് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള എക്സ്പെക്റ്റേഷൻ്റെ ബേസിസിലല്ലേ. ദിസ് ആർ എക്സ്പ്രസ്ഡ് ആസ് എ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് മീൻ ആൻഡ് ദ വേരിയൻസ് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റിട്ടേൺ. അത് നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് മീൻ, അതായത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും അതുമാതിരി വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേണിൻ്റെ. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് റിട്ടേൺ ഓഫ് എൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ, ഒരു പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ റിട്ടേൺ ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആണ് കേട്ടോ. ഇനി നമുക്കിതിലൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ RP = സിഗ്മ XI × RI. XI എന്ന് പറയുന്നത് എന്താ? XI എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സെക്യൂരിറ്റി ലിസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രപ്പോർഷനും RI എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി 1, ആ സെക്യൂരിറ്റീസിൽ തന്നെ എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേണും. ഇനി RP എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ദ പോർട്ട്ഫോളിയോ. അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദർ ആർ 2 ഇക്വിറ്റി ഷെയർ, 2 ഇക്വിറ്റി ഷെയർസുകളുണ്ട്, അതായത് A and B ഇൻ എ പോർട്ട്ഫോളിയോ വിത്ത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് 20% and 30% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ A എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 20% ആൻഡ് B വന്നിട്ട് 30%. 40% ഓഫ് ദ ടോട്ടൽ ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ A, അതായത് 40% ഫണ്ട് നമ്മൾ ഷെയർ എയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, ബാക്കി 60% റിമൈനിങ് ഷെയർ ബിയിലാണ്.
കമ്പ്യൂട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് എ ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 40%, അതായത് 0.40 ഇൻറ്റു നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്ര? 20 അല്ലേ? അപ്പോൾ 20, അപ്പോൾ 0.40 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 8 ആണ് കിട്ടുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് ബി എത്രയാണ്? 60% ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 0.60 ഇൻറ്റു 30% ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു 18. അപ്പോൾ അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടും കേട്ടോ. അതായത് 8 + 18 ഈസ് ഈക്വൽ ടു 26% ആണ് നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കെ ലിമിറ്റഡ് ഷെയർസ് ഗിവ്സ് എ റിട്ടേൺ ഓഫ് 20% ആൻഡ് അൺലിമിറ്റഡ് ഷെയർ ഗിവ്സ് 32% റിട്ടേൺ. ഇവിടെ വന്നിട്ട് കെ ലിമിറ്റഡും എൽ ലിമിറ്റഡും, കെ ലിമിറ്റഡ് 20% റിട്ടേൺ നമുക്ക് തരുന്നുണ്ട് ഷെയറിൽ നിന്നും. അതുമാതിരി എൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് 32% നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്നുണ്ട്. ഇഫ് യു ഹാവ് ഇൻവെസ്റ്റഡ് 25% ഓഫ് യുവർ മണി അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കെ ലിമിറ്റഡ്. അപ്പോൾ കെ ലിമിറ്റഡിൽ നമ്മൾ എന്താ 25% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതുമാതിരി റിമൈനിങ് 75% നമ്മളെന്താ എൽ ലിമിറ്റഡിലും നമ്മളെന്താ ഇൻവെസ്റ്റ്മെൻറ്റ് മണി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തില്ല, അതേമാതിരി തന്നെ ചെയ്യുക. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഷെയർ കെ ലിമിറ്റഡ് ഈസ് ഈക്വൽ ടു 0.25, അതായത് 25% അല്ലേ, ഇൻറ്റു നമ്മുടെ എത്രയാണ് റിട്ടേൺ എന്ന് പറയുന്നത് 20 അല്ലേ. അപ്പോൾ 0.25 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 5. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് എൽ ലിമിറ്റഡിൻ്റെ 75%. അപ്പോൾ 0.75 ഇൻറ്റു 32 ആണ് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ 0.75 ഇൻറ്റു 32 ഈസ് ഈക്വൽ ടു 24. അപ്പോൾ ടോട്ടൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാണ്? 5 + 24 ഈസ് ഈക്വൽ ടു 29%. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിട്ടേൺ കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് റിസ്കിൻ്റെ കേസും കൂടി നോക്കാണ്ട് അല്ലേ. ഇവിടെ റിട്ടേണിൻ്റെ കേസും ഉണ്ട്, അതുമാതിരി റിസ്കിൻ്റെ കേസും ഉണ്ട് കേട്ടോ. അപ്പോൾ റിസ്കിൻ്റെ കേസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.